ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്നെന്താ ആദ്യം തന്നെ കിച്ചൺ കാണിക്കുന്നതെന്നല്ലേ. ഇന്ന് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ ഫേവറേറ്റ് ഫിഷ് കറി ഉണ്ടാക്കാൻ പോവുകയാണ് എൻ്റെ സ്റ്റൈലിൽ. അപ്പം ഞാൻ വിചാരിച്ചു അത് നിങ്ങൾ കൂടി കാണിക്കാമെന്ന്. അപ്പോൾ ഇന്ന് നല്ല മത്തിയും പ്രോൺസും മാർക്കറ്റിൽ കിട്ടിയപ്പോൾ രാവിലെ തന്നെ ഞാൻ അത് വാങ്ങിക്കാൻ വേണ്ടി പോയി. ഇന്ന് സൺഡേ കൂടിയാണ്, അപ്പോൾ ഫ്രഷ് ഫിഷസൊക്കെ വന്നിട്ടുണ്ടാവേ. എനിക്ക് പ്രോൺസ് എന്ന് പറഞ്ഞാൽ ജീവനാണ്. അപ്പോൾ പ്രോൺസ് അമ്മയാണ് ഉണ്ടാക്കുന്നത്, മത്തി കറി ഞാൻ എനിക്ക് വേണ്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. രാവിലെ രണ്ടും മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഞാൻ വീട്ടിലേക്ക് പോന്നു. വൃത്തിയാക്കാനായിട്ട് വെച്ചു. അമ്മയാണ് ഇന്ന് മീൻ വൃത്തിയാക്കി തരുന്നത്. എനിക്ക് മീൻ വൃത്തിയാക്കാൻ അത്ര അറിയില്ല, അതുകൊണ്ട് ചട്ടി ഞാൻ വെച്ചു. അടുപ്പിൽ ചൂടാക്കാൻ കുറച്ച് എണ്ണയും ഒഴിച്ചു. പിന്നെ അതിനാവശ്യമായ കടുകും ഉലുവയും ഞാൻ ഇട്ട് കൊടുത്തു. കടുക് പടപടേന്ന് പൊട്ടാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു ഉലുവ ഇട്ട് കൊടുക്കാനായിട്ട്. പിന്നെ ഇതിന് ആവശ്യമുള്ളത് ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളിയുടെ സ്വാദ് തന്നെ വേറെയാണ്. അപ്പോൾ പിന്നെ ആവശ്യത്തിന് ചെറിയ ഉള്ളി ഞാൻ കുറച്ച് കൂടുതൽ തന്നെ ഇടും. അതും ഇട്ട് കുറേ അത് ബ്രൗണിഷ് ആവുന്നത് വരയ്ക്കും വെയിറ്റ് ചെയ്തു. പിന്നെ കുറച്ച് പച്ചമുളകും പിന്നെ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചി ഞാൻ ഇട്ടിട്ടുണ്ട്. അത് ഞാൻ എടുക്കാൻ മറന്നു, അതുകൊണ്ട് അത് ഞാൻ പറയുകയാണ്. പിന്നെ ആവശ്യത്തിന് മാങ്ങയും തക്കാളിയും ഞാൻ പുളിവെള്ളം ഒഴിക്കുന്നത് കൊണ്ട് പുളി നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്, ഒന്നും കൂടിപ്പോകരുത്. പിന്നെ പുളി ഒരുപാടായി പോകും, സോ അത് ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. ഇതൊക്കെ വഴണ്ടി വരുമ്പോൾ ഞാൻ ആവശ്യത്തിലുള്ള പുളിവെള്ളം ഞാൻ അതിൽ ചേർക്കുകയാണ് ചെയ്തത്. പിന്നെ അത് നല്ലോണം തിളയ്ക്കുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്തു. നന്നായി തിളയ്ക്കുമ്പോൾ അത് പച്ചമുളകിൻ്റെ എരിവും പിന്നെ ആ പുളിയും എല്ലാം കൂടി മിക്സായി വരുന്ന സമയത്ത് ഞാൻ ഒരു മുറി തേങ്ങാപ്പാലാണ് ഇതിൽ ചേർക്കുന്നത്. പിന്നെ അത് തിളയ്ക്കുന്നതിന് മുമ്പ് തന്നെ ഒന്ന് ചൂടായി കിട്ടുമ്പോൾ തന്നെ ഞാൻ ആവശ്യത്തിനുള്ള മീനുകൾ അതിലിട്ടു. എന്നിട്ട് അതൊന്ന് തിളച്ച് വരുമ്പോൾ ഇങ്ങനെ ഇളക്കിയെടുത്തു. പിന്നെ മേലെ കുറച്ച് ഡെക്കറേഷൻ പേർപ്പസിനായിട്ട് നല്ല കരിവേപ്പില അങ്ങോട്ട് വെതറി. വീട്ടിൽ കുറച്ച് കപ്പ ഉണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും മീൻ കറിയും കപ്പയും നല്ല കോംബോ ആണല്ലോ, എനിക്കിഷ്ടവുമാണ്. അതുകൊണ്ട് ഞാൻ കപ്പ വേവിച്ചെടുത്തു. എല്ലാവരും ചെയ്യുന്നത് പോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് 3 വിസിൽ കൊടുത്തു. പിന്നെ അതിന് കടുകും കരിവേപ്പിലയും പച്ചമുളകും ഇട്ടിട്ട് വറവിട്ടു. അതും ആയിക്കഴിഞ്ഞപ്പോൾ രണ്ടും കൂടിയിട്ട് ഞാൻ നല്ലോണം തട്ടി ഗൈസ്. നല്ല മീൻ കറിയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ മീൻ കറിയുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളും ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻസിൽ ഇടുക. അപ്പോൾ ശരി, ബൈ.